ഹലോ, എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സാറേ? വിഷമിക്കണ്ട, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്റെ മോളെ കാണാതായിട്ട് ഇത്രയും നേരമായി. എന്തെങ്കിലും ഒന്ന് ചെയ്യ് സാറേ. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോളെ കൊണ്ടുത്താ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. കാഞ്ചനെ കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ കണക്കൂട്ടലനുസരിച്ച് കാഞ്ചന അവന്തികയുടെ വീടിന്റെ സമീപ പ്രദേശത്ത് എവിടെയുണ്ട്. എന്നിട്ട് അവളെവിടെ? കാഞ്ചനയുടെ ഫോണിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ അവന്തികയുടെ വീട് തന്നെയാ കാണിക്കുന്നത്. ഈ വീട്ടിലോ? ആ വീട്ടിലോ അതിന്റെ പരിസര പ്രദേശത്ത് എവിടെയോ കാഞ്ചന ഉറപ്പായിട്ടുണ്ട്. സെർച്ച് ചെയ്യാൻ പോലീസ് ഉടനെ അവിടെ എത്തും. ധൈര്യമായിട്ടിരിക്കും. കാഞ്ചന എവിടെയുണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ശരി. ഈശ്വര, ഹലോ സച്ചിടാ, ഒന്ന് വേഗം വരാവോ? എന്താ എന്തു പറ്റി? അമ്മയ്ക്ക് എന്തോ പറ്റി. അമ്മയ്ക്ക് എന്തു പറ്റി? നീ എന്താ മോളെ ഈ പറയുന്നേ? ഏട്ടാ, അമ്മ എന്തോ പരസ്പര ബന്ധമില്ലാതെ പിച്ചും പെയ്യൊക്കെ പറയുക. എന്തോ ഒരു വിഭ്രാന്തി ബാധിച്ചതുപോലെ അമ്മ പെരുമാറുന്നൊക്കെ. എനിക്കാകെ പേടിയാവും ഏട്ടാ, ഒന്ന് വേഗം വാ. ഞാനിപ്പോ തന്നെ വരാം. ആന്റി എന്താ ഈ കാണിക്കുന്നത്? ഈ പെട്ടി എന്തിനാ ഇപ്പൊ എടുത്തത്? എടി, ഇതെങ്ങനെയുണ്ട്? എനിക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? സേതുവേട്ടന്റെ സപ്തതിക്ക് പോകാനുള്ളതാ. ആരുടെ സപ്തതി? സേതുവേട്ടന്റെ, അല്ലാതെ പിന്നെ ആരുടെയാ? നെല്ലിശ്ശേരിലല്ലേ ആഘോഷം നടക്കുന്നത്. സേതുവേട്ടൻ ഇപ്പൊ കൂടി വിളിച്ചങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. അമ്മാശ വന്നോണ്ട് നമുക്ക് പോണം. മോ വന്നോ? ദേ, നിനക്കും ബാക്കിയുള്ളവർക്കുള്ള ഡ്രസ്സെല്ലാം അച്ഛമോളെ വാങ്ങിച്ച് മുറി വെച്ചിട്ടുണ്ട്. നീ ചെന്ന് എടുത്തോ. ആന്റി എന്തൊക്കെയാ ഈ പറയുന്നേ? സേതുങ്കള് മരിച്ചിട്ട് എത്ര കൊല്ലമായി? ആന്റി, ആന്റിക്ക് എന്താ ഈ പറ്റിയത്? എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നേ? നീ ഒന്ന് നോക്കി നിൽക്കാണോ? വേഗം പോയി റെഡിയാവ്. അനുവും മീനയും കൂടെ സേതുവേട്ടനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക. ഒരു നവരത്ന മോതിരം തന്നെ വാങ്ങിക്കണമെന്നാ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുന്നത്.